കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 43. രചന ശാലിനി EA. സർ, തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നവനെ നദി തട്ടി വിളിച്ചു. ഞാൻ കാർത്തിക് സാറിനോട് പറഞ്ഞത് മോശമായി പോയോ? നിഷ്കളങ്കത നിറഞ്ഞ ചോദ്യം. പിന്നെ വളരെ വളരെ മോശം. കാർത്തി ആരാണെന്നാ നീ കരുതിയിരിക്കുന്നത്? ചിലപ്പോ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാവും. ഓഫീസിൽ പോയി കാർത്തിയുടെ റൂമിൽ കയറി നീ ഇത് പറഞ്ഞല്ലോ എന്നോർക്കുമ്പോൾ അവൻ തലകുടഞ്ഞു. അവൾ തലകുനിച്ചിരുന്ന് ആലോചനയിൽ മുഴുകി. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അങ്ങനെ ഒരു ഇഷ്ടം രണ്ടുപേർക്കുമിടയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടെ ആ കാര്യം നടത്തി കൊടുക്കുമായിരുന്നുവെന്ന്. അതിനർത്ഥം എന്താ? അങ്ങനെയൊന്നും ഇല്ലെന്നല്ലേ? സോറി സാർ, ഞാൻ അത്രയും ഓർത്തില്ല. ഇനിയിപ്പോ സാറിനെ കണ്ട് സോറി പറയാല്ലേ? അവൾ ദൈന്യതയോടെ അവന്റെ നേർക്ക് നോക്കി. അത് വേണം, നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് തോന്നിയാൽ ഉടനെ ഒരു സോറി അങ്ങ് പറഞ്ഞേക്കണം. ഇംഗ്ലീഷുകാർ വെറുതെ ഒന്നുമല്ല അങ്ങനെ ചില വാക്കുകൾ നമുക്ക് കുടഞ്ഞിട്ട് തന്നെ പോയിട്ടുള്ളത്. അവൾ തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് അങ്ങനെ തന്നെ അല്പനേരം ഇരുന്നു. നദി നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, പരസ്പരം പ്രണയിക്കുന്നവരെ തമ്മിൽ അകറ്റുന്നത് പാപമല്ലേ എന്ന്. നദി നേരത്തെ പ്രണയിച്ചിട്ടുണ്ടോ? അവൾ മുഖമുയർത്തി ബദരിയെ നോക്കി. ഇല്ല. അതെന്തേ, പ്രണയിക്കാൻ പറ്റിയവരെ ഒന്നും കിട്ടിയില്ലേ? ആ ചോദ്യം കേട്ടതും അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. എനിക്ക് പ്രണയിക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ടോ? അതിനൊക്കെ നല്ല മെച്യൂരിറ്റി വരണ്ടേ? നദിക്ക് ഇപ്പോഴും മെച്യൂരിറ്റി വന്നിട്ടില്ല? ഇല്ലല്ലോ, ഞാൻ കുഞ്ഞല്ലേ. ആണല്ലേ, ഞാനത് മറന്നുപോയി. അത് മാത്രമല്ല സർ, ജീവിതത്തിൽ ഒരിക്കലും പ്രണയിച്ച് വിവാഹം കഴിക്കരുതെന്ന് അമ്മ എന്നോട് എപ്പോഴും പറയും. പ്രണയം എന്നാൽ അപകടമെന്നും അർത്ഥമുണ്ടത്രേ. പ്രണയിച്ച് വിവാഹം കഴിച്ചവരുടെ പട്ടികയെടുത്താൽ അതിൽ 10% പോലും വിജയിച്ചവർ ഉണ്ടാകില്ലെന്നാണ് അമ്മ പറഞ്ഞത്. പ്രണയം സങ്കടവും വേദനയും മാത്രമേ തരൂ എന്ന് എനിക്ക് മറ്റുള്ളവർ പ്രണയിച്ച് കാണുന്നത് ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് പ്രണയിക്കുന്നത് ഇഷ്ടമല്ല. പ്രണയം എന്ന് പറയുന്നത് ഒരു വികാരമാണ് നെൽക്കുട്ടി. അതെപ്പോഴാണ് മനസ്സിലേക്ക് കയറി വരുന്നതെന്ന് മുൻവിധി എഴുതാൻ ആർക്കും കഴിയില്ല. നീ കുഞ്ഞായത് കൊണ്ട് ഇപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. സാർ പ്രണയിച്ചിട്ടുണ്ടോ? നദിയിൽ നിന്നും അങ്ങനെയൊരു ചോദ്യം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രണയം തോന്നുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടാത്തത് കൊണ്ട് ഇതുവരെ അങ്ങനെയൊന്നും ഇല്ല. അവളും അത് കേട്ട് അവനൊരു പുഞ്ചിരി കൈമാറി. സാറിനോട് ഇഷ്ടം തോന്നാത്ത പെൺകുട്ടികൾ ഉണ്ടാകുമോ? അന്ന് എന്റെ കോളേജിൽ ഉദ്ഘാടനത്തിന് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്റെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ത്രില്ലായിരുന്നു എന്നറിയോ? പുതിയ പട്ടുസാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി സാറിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി കണ്ണിങ്ങനെ കൂർപ്പിച്ച് ഇരിക്കുവായിരുന്നു. നദി ആ നിമിഷം മനസ്സിൽ ഓർത്തു ചിരിച്ചു. നദിക്കുട്ടി അന്ന് സാരി അല്ലായിരുന്നോ? ഞാൻ ഓർക്കുന്നുണ്ട്. പുതിയതൊന്നും അല്ലായിരുന്നു, അമ്മയുടെ പഴയൊരു സാരി. സാർ ആരെയും നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർക്കൊക്കെ എന്തുമാത്രം നിരാശയായി എന്നറിയാമോ? ഒരു ദിവസം നമുക്ക് നദിയുടെ കോളേജിൽ പോകാം. അന്നെല്ലാവരെയും പ്രത്യേകം മാറ്റി നിർത്തി ഞാൻ നോക്കാം. എന്നെ കളിയാക്കല്ലേ? അല്ലെന്നേ, അവരുടെ എല്ലാം കണ്ണിൽ എന്നൊരു പ്രണയമല്ല നദിക്കുട്ടി, ആരാധനയാണ്. ആരാധിക്കുന്നവരെ എല്ലാം നമുക്ക് പ്രണയിക്കാൻ കഴിയുമോ? അത് പറ്റില്ല. എന്നാൽ നേരം ഒരുപാടായി, നദിക്കുട്ടി പോയി കിടന്നോളൂ. നാളെ കാർത്തി സാറിനോട് സോറി പറയാനുള്ളതല്ലേ? അവൻ പുഞ്ചിരിയോടെ ചോദിച്ചപ്പോൾ അവൾ പരിഭവം നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കി. അവൻ ഇരു കണ്ണും ചിമ്മി കാണിച്ചു. ഉറങ്ങുവാൻ സമയമായി തോഴി, നിന്റെ ചിന്തകൾ എനിക്ക് പണയം തരൂ. നിറമുള്ള സ്വപ്നങ്ങൾ കാണിക്ക വയ്ക്കാം ഞാൻ, രാവിന്റെ തേരിൽ നീ അലയുമ്പോൾ. പിന്തിരിഞ്ഞു നടന്ന അവൻ അവന്റെ വരികൾ കേട്ട് തറഞ്ഞു നിന്നുപോയി. പതിയെ തിരിഞ്ഞവൾ അവനെ നോക്കിയതും അവൻ വീണ്ടും ഇരു കണ്ണുകളും അടച്ചു. ഇതെന്റെ വരികളാണ്. സാറിന് ഇതെങ്ങനെ? കഴിഞ്ഞ ദിവസം ചില്ലു എന്നെ വിളിച്ചിരുന്നു.
അവളുടെ ബോക്സിൽ ഒരു മെഡിസിൻ ഉണ്ട്, അതിന്റെ പേര് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോഴാണ് തുറന്നു വെച്ച പുസ്തകത്തിൽ പാതി എഴുതിയ വരികൾ എന്റെ കണ്ണിൽപ്പെട്ടത്. ബാക്കി കൂടി എഴുതൂ, നമുക്കൊരു സോങ്ങാക്കി മാറ്റാം. താൻ എഴുതിയ വരികൾ അവൻ കണ്ടതിലുള്ള ചമ്മൽ മാറ്റാനായി പതിയെ തലകുലുക്കിക്കൊണ്ട് അവൾ പെട്ടെന്ന് റൂമിനകത്ത് കയറിപ്പോയി. അവനും പുഞ്ചിരിയോടെ തന്റെ റൂമിലേക്ക് കയറി. രാത്രി ഭക്ഷണശേഷം റൂമിൽ വന്നപ്പോഴാണ് ഫോണിൽ ഫിലിപ്പ് അയച്ച മെസ്സേജ് കാർത്തി കാണുന്നത്. അവൻ അയച്ച വോയിസ് റെക്കോർഡ് കേൾക്കുന്തോറും ദേഷ്യം കൊണ്ട് കാർത്തിയുടെ കണ്ണിൽ നീലഞരമ്പുകൾ തെളിഞ്ഞു. കഴുത്തിലെ രക്തക്കുഴലുകൾ വണ്ണം വെച്ചു. ദേവദത്തൻ, മേഘ ഗ്രൂപ്പ്, അച്ഛൻ പത്മനാഭകൃഷ്ണൻ, അമ്മ ആര്യദേവി, ഒരേ ഒരു മകൻ ദേവദത്തൻ, കണക്കറ്റ സ്വത്തുക്കൾക്ക് അധിപൻ. പക്ഷേ അവൻ കളിക്കാൻ നോക്കിയ കളം മാറിപ്പോയി. നമുക്ക് നേരെ കാണാം ദേവദത്ത. ചില്ലുവുമായുള്ള നിന്റെ പെണ്ണുകാണൽ ചടങ്ങ് ഔദ്യോഗികമായി നടക്കട്ടെ. എല്ലാം മുറ പോലെ തന്നെ നടത്താം. സിദ്ധാർത്ഥ, കളിയൊന്ന് മുറുകട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് താങ്ങാനുള്ള ആയുസ്സും ആരോഗ്യം ദൈവം നിനക്ക് നൽകിയാൽ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. മൊബൈലിന്റെ ശബ്ദമാണ് അവനെ തിരിച്ചു കൊണ്ടുവന്നത്. ബദ്രിയുടെ കോളാണല്ലോ. എന്താ ഈ നേരത്ത്? കാർത്തി, ഇന്ന് നദി നിന്റെ ക്യാബിനിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കാർത്തി ഫോൺ അറ്റൻഡ് ചെയ്തതും ബദ്രിയുടെ സ്വരമെത്തി. ചില്ലുവിനെന്തോ കല്യാണാലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്, മേഘ ഗ്രൂപ്പ് MD പത്മനാഭക്കുറിപ്പിന്റെ മകൻ ദേവദത്തന്റേതാണ്. അച്ഛൻ പറയുന്നു നല്ലൊരു കാര്യമാണെന്ന്. ഞാൻ വിളിച്ചത് ചില്ലുവിന് വന്ന കല്യാണത്തെ കുറിച്ച് പറയാനല്ല. പിന്നെ നദി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ഒരുമിച്ചാണ്. ഞാൻ അറിയാത്ത രഹസ്യം നിനക്കോ നീ അറിയാത്ത രഹസ്യം എനിക്കോ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. യാമി ആന്റിയുടെ മരണമൊഴിച്ച് ഇപ്പോൾ അതും ക്ലിയർ ആണല്ലോ. ചില്ലു നദിയോട് അങ്ങനെ പറഞ്ഞു എന്നാണ് നദി പറയുന്നത്. അവൾ വെറുതെ പറഞ്ഞതാണോ? രണ്ടുപേരും കൂടി ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചു നടക്കുകയാണോ? അങ്ങനെ ഒരു ഇഷ്ടം ഞങ്ങൾ തമ്മിലുണ്ടെങ്കിൽ ആദ്യം അറിയുന്നത് നീ ആകുമായിരുന്നു. അവൾക്ക് ഞാൻ നീ തന്നെയാണ്. ബദ്രി, സ്വന്തം ഏട്ടനായി കരുതുന്നയാളെ പ്രണയിക്കാൻ മാത്രം ബുദ്ധിശൂന്യാണോ ചില്ലു? തുടർന്ന് ചില്ലുവുമായിട്ടുള്ള സംഭാഷണങ്ങൾ അവൻ ബദ്രിയോട് പങ്കുവെച്ചു. അപ്പോൾ കല്യാണാലോചനയുമായി നമുക്ക് മുൻപോട്ട് പോകാമല്ലേ? മറ്റാരോടും അവൾക്കൊരു ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് അച്ഛൻ പറയുന്ന ആലോചനയോട് മുടക്ക് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും നമുക്ക് ചെറുക്കനെ കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. നമ്മുടെ കുട്ടിയെ കൊടുക്കുമ്പോൾ എല്ലാ വശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അന്വേഷിക്കണം. ആദ്യം മുറ പോലെ ചെക്കൻ വന്ന് പെണ്ണിനെ കാണട്ടെ. കല്യാണാലോചനയുടെ കുറിച്ച് അങ്കിൾ എന്നോട് പറയാതിരിക്കില്ലല്ലോ. അന്നേരം നമുക്ക് അന്വേഷിക്കാം. ഓക്കേടാ എന്ന് ഞാൻ വയ്ക്കണം. നാളെ രാവിലെ കാണാം. നിന്നോടൊരാൾ സോറി പറയാൻ വരുന്നുണ്ട്. എന്നോട് സോറിയോ? ആരാണ്? നിന്റെ കുഞ്ഞോള്. ആ പേര് കേൾക്കവേ അവന്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു. വരട്ടെ, നല്ല കീറ് കൊടുക്കുന്നുണ്ട് ഞാൻ. നീ കൊച്ചിനെ പേടിപ്പിക്കാതടാ. നിന്റെ അടുത്തേക്ക് വരുന്നത് പോലുമില്ലാത്തതാകും. അവൾ സന്തോഷമായിരിക്കുന്നു എന്നറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. കാർത്തിയുടെ സ്വരത്തിൽ ഇടർച്ചയുണ്ടായി. അവൾ എൻ്റെ അടുത്തേക്ക് എത്തുന്നത് വരെ എനിക്ക് സമാധാനമുണ്ടാവില്ല ബദ്രി. ഏട്ടൻ നിന്ന അവകാശത്തോടെയും സ്നേഹത്തോടെയും എൻ്റെ തോളിൽ തലചായ്ക്കുന്ന നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എൻ്റെ. ഒക്കെ ശരിയാവും. ഇത്ര കാലവും എവിടെയാണെന്നറിയാത്ത പിടപ്പ് നീ ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ട് നടന്നില്ലേ? ഇപ്പോൾ അവൾ നിന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. അതുപോലെ എല്ലാം ശരിയാകും. നാളെ ഞാൻ പാലക്കാട് വരെ പോകും. നീ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ വാ. എന്താ പാലക്കാട്? ഡ്രൈവർ ഭരതേട്ടനെ കാണണം. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി അറിയുന്ന ആളാണ് ഭരതേട്ടൻ. അമ്മ പോയെങ്കിൽ ആ സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ തീരും. നീ വരുന്നുണ്ടോ? വരാം. ഓക്കെ, എങ്കിൽ നാളെ കുഞ്ഞോളെയും കൊണ്ടുവാ. ഒരു 10 മണി കഴിഞ്ഞ് നമുക്കിറങ്ങാം. തൽക്കാലം ഈ യാത്രയെ പറ്റി അച്ഛനറിയണ്ട. എന്നേക്കാൾ നിന്റെ ദോസ്ത് അച്ഛനാണെന്ന് എനിക്കറിയാം. തൽക്കാലം അച്ഛനോട് പറയണ്ട. സംഭാഷണം അവസാനിപ്പിച്ച് രണ്ടുപേരും ഫോൺ വെച്ചു. പിറ്റേന്ന് 5 മണിക്ക് നദി ബദ്രിയോടൊപ്പം തിരുവനന്തപുരത്തെത്തി. പതിവ് പോലെ അവളെ മഹാദേവന്റെ മുന്നിലെത്തി ബദ്രി കാർത്തിയുടെ റൂമിലേക്ക് ചേക്കേറി. രാമേട്ടൻ കൊടുത്ത ചുക്കുകാപ്പി കുടിക്കുമ്പോൾ ചങ്കിനകത്ത് നല്ല സുഖം തോന്നി നദിക്ക്.
മഹാദേവൻ ഇപ്പൊ വെച്ചു നല്ല സന്തോഷത്തിലാണ്. സ്വന്തം മകളെ തൊട്ടരികിൽ കിട്ടിയ സന്തോഷത്തിലാണ് അയാൾ. തന്റെ സന്തോഷം ആരോടും തുറന്നു പറയാനാകാതെ അയാൾ വിഷമിച്ചു. ക്ലാസ് കഴിഞ്ഞു അവൾ നേരെ നടന്നത് കാർത്തിയുടെ റൂമിലേക്കാണ്. റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് കൂടിയിരുന്നു. ബെഡിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് കിടക്കുന്ന കാർത്തിയെയും മധുരയെയും കണ്ട് അവൾ അങ്ങനെ നിന്നുപോയി. ഇവരെന്താ സയാമിസിരട്ടകളോ? തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.